കണ്ടു ഞാൻ നിരകളിൽ. അത് 6 years ആയിട്ട് മ്യൂസിയം ഉണ്ട്. ഇത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, സത്യം. നിങ്ങളെ കണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ മ്യൂസിയം ഉണ്ട്. വാക്സ് മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. 6 വർഷം കൊണ്ട് അവിടെ ഉള്ളൊരു മ്യൂസിയമാണ്. ലവന്മാർ തോന്നിക്കാം. അവന്മാർ അയി മേടിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. അവന്മാർ വേണ്ട. അണ്ണാ മ്യൂസിയം എങ്കിൽ അണ്ണാ വാക്സ് മ്യൂസിയം, അതും കൂടെ കണ്ടിരിക്കാം. എത്ര രൂപ നോക്കാം. വാക്സ് മ്യൂസിയം ഫൺ സ്പോട്ട്. ഇത് കണ്ടിട്ട് തന്നെ ഒരു ചേച്ചി അക്ക ഇങ്ങ അടിയിൽ മ്യൂസിയമാ ഇങ്ങതാ മ്യൂസിയം. മ്യൂസിയം മ്യൂസിയം എന്താ നോക്കിയിട്ട് വരാം. വാക്സ് മ്യൂസിയം. വാക്സ് മ്യൂസിയം. വാക്സ് മ്യൂസിയത്തിൽ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് വരാം. ഇതാണോ വാക്സ് മ്യൂസിയം? കൊള്ളാം. അക്ക വാക്സ് മ്യൂസിയം എവിടെ? ഇത് തന്നെ കൊള്ളാം. ഇവിടെ എവിടെ? ഇങ്ങനെ ഓക്കെ. ടിക്കറ്റ് ചാർജ് എത്ര? ഒരു മിനിറ്റ്. 60 രൂപയാണ് കേട്ടോ. വാക്സ് മ്യൂസിയം എന്താണെന്നുള്ളത് നോക്കട്ടെ. ₹60 കൊടുക്കുമ്പോൾ ഈ ഒരു ടോക്കൺ കിട്ടും. ടിക്കറ്റ് നോക്കാം എന്താ സംഭവം എന്നുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതുവഴിയൊക്കെ എൻട്രൻസ്. വാക്സ് മ്യൂസിയം പോകുന്ന ഉൾഭാഗം ഇതാണ്. ഇതൊന്നും നമ്മളുണ്ടെന്നൊന്നും അറിയത്തില്ല. ഇത് നെറ്റ്സാണ് കേട്ടോ, ക്രിക്കറ്റ് കളിക്കുന്ന നെറ്റ്സാണ്. കടിച്ചല്ല ഇതെന്താ മ്യൂസിയം എന്നുള്ളത്. ഇവിടെയൊക്കെ ഒരു വർഷമുള്ള പേടിയാണല്ലോ ഗാന്ധിജി. ഇത് എത്ര വർഷമായി ചക്ക ഇങ്ങനെ തുടങ്ങിയിട്ട്? പണ്ട് മുതലുണ്ട്. 5-6 years ആയി. ഓക്കെ. ഇത് ഗാന്ധിജി. ഇത് ആരക്ക? സായിബാബ. ഇത് രവിശങ്കർ. ഇത് ആര്? ഓഷോ. ഇതെല്ലാം ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. രാജേഷ് ഓഷോ, സനി. ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ആണല്ലേ? ഓക്കെ. എനിക്കിതിനെ പറ്റിയൊരു ഐഡിയാസ് ഇല്ല കേട്ടോ. കണ്ടപ്പം ബാലരമ കേൾക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ശാരദാദേവി. എല്ലാവരുടെയും പ്രതിമയും സംഭവം. രാമകൃഷ്ണ പരമഹംസ. ഇത് ജസ്റ്റ് ഒരു സംഭവം. ഇത് തന്നെ കേട്ടോ സംഭവം. ഇത് തന്നെ. ഇത് മറ്റേ നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ സംഭവം. ആ ഒരു സംഭവമാണിത്. ഇത് എന്താണ് സംഭവം? ഇത് ஜீசஸ் வந்துட்டு அவங்களோட லாஸ்டா இது கொடுத்தாங்க. அவங்களோட சீடர்களுக்கு சாப்பாடு கொடுத்தாங்க. ഓക്കെ. ഓക്കെ. അതാണ് സംഭവം. ഇതെന്താക്കാ? ജീസസ് ബോണാണ്. ഓക്കെ. ജീസസ് ബോൺ. ഓക്കെ. ജീസസ് ഉണ്ടാവുന്ന സംഭവം അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞാക്കാം. ഇവിടെ ഇருக்கு. ഇത് രാധാകൃഷ്ണ. ഇതൊന്നും ടച്ച് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ സംഭവം. ഇത് ആയിരിക്കാ? കൃഷ്ണനോ? രാധാകൃഷ്ണൻ. ഓക്കെ. ഈ കൃഷ്ണൻ്റെ ഫുൾ നെയിമാ രാധാകൃഷ്ണൻ അങ്ങനെ? അതോ കൃഷ്ണൻ വേറെ? ഓക്കെ. എനിക്ക് தெரியாது.
അപ്പോൾ രാധ എന്ന് പറയുന്ന കൃഷ്ണൻ വേറെയാണ്, അല്ലാതുള്ള കൃഷ്ണൻ വേറെയാണ് കേട്ടോ. ഇതെന്തോ ഇത് അറബിയുടെ സംഭവമാണ്. അത് സൗദി ആളുകളുടെ കുപ്പായമാണ് കേട്ടോ. ഇത് സൗദി ദുബായ് ആളുകളും യൂസ് ചെയ്യും ഇത്. നമുക്ക് അവിടെ പോയതുകൊണ്ട് നമുക്കിതറിയാം. ഇത് പഞ്ചാബി, അതൊന്നും അറിയത്തില്ല. ബാക്കിയൊക്കെ ഉള്ളതൊക്കെ ഒരു സെറ്റപ്പ്. ഇതൊക്കെ കാണുമ്പോൾ പേടിയാകുന്നുണ്ട് കേട്ടോ. വീരപ്പൻ അല്ലേ കേട്ടോ? അത് വീരപ്പൻ. എന്താള് ഇത് ചുമ്മാ വെച്ചേക്കുക നോക്കാം. മ്യൂസിക് ബാൻഡ് ആ മാതിരി അങ്ങനെ സെറ്റ് ചെയ്തു. ഓക്കെ, വീരപ്പനെ കണ്ടോ ഒറിജിനൽ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പം അത് കണ്ട് സംഭവം വലിയ സെറ്റപ്പൊന്നുമില്ല, എന്നാലും ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പം നമ്മൾ പുറത്ത് 10 ദിറംസ് 10 രൂപ കൊടുക്കുന്ന സംഭവം ഭയങ്കര സെറ്റപ്പാണ്. പക്ഷേ ഇതും അത്യാവശ്യം കുഴപ്പമില്ല, കൊള്ളാം കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ, അപ്പം മ്യൂസിയം കണ്ടോ നിങ്ങൾ? ഇങ്ങനെ മ്യൂസിയം ഉണ്ട്. ജസ്റ്റ് വരാൻ കേട്ടോ, ജസ്റ്റ് ചുമ്മാ 60 രൂപ കൊടുത്താൽ ഒരു മ്യൂസിയം നിങ്ങൾക്ക് കാണാം. അവിടെ തൊട്ട് താഴെ അതിൻ്റെ എല്ലാ സംഭവങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒന്നാമത് നിൽക്കാൻ സമയമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പോയി ഒന്ന് കഴിക്കൊക്കെ വേണം, എന്നാലേ പറ്റുള്ളൂ. അണ്ണാ ഈ വിളിച്ചോ അണ്ണാ, ഈ BJP നഗർ എങ്കിയാണ്? BJP നഗർ ഇവിടെ സ്ട്രേറ്റ് പോയിട്ട് ഫസ്റ്റ് കട്ട് മേളിലോട്ട്. എത്ര കിലോമീറ്റർ? ആ, ഇங்கே എത്ര കിലോമീറ്റർ BJP? അവിടെ പക്കത്താണ്, ഇവിടെ ഒരു നേർ റോഡ്. ഓക്കെ, ഒരു 20-30 കട തള്ളി ഇവിടെ. ആ ഓക്കെ. ഈ അടുത്ത് ലിഫ്റ്റ് എന്നാ കേരളമാണോ? ആ ഓക്കെ. നിങ്ങൾ കേരള ഫുഡ് കിടക്കും വേണോ? കൊല്ലം. ഓക്കെ, സംഭവം അങ്ങനെ കണ്ടു ഞാൻ നിരകളിൽ. അത് 6 years ആയിട്ട് മ്യൂസിയം ഉണ്ട്. ഇത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, സത്യം. നിങ്ങളെ കണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ മ്യൂസിയം ഉണ്ട്, വാക്സ് മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. 6 വർഷം കൊണ്ട് അവിടെ ഉള്ളൊരു മ്യൂസിയമാണ്. കണ്ടിട്ട് വീരപ്പം മാത്രമേ ഉള്ളൂ ഒറിജിനൽ, ബാക്കിയൊന്നും എനിക്ക് ഒറിജിനലായിട്ട് തോന്നിയില്ല. ഓക്കെ, എനിക്ക് കൃഷ്ണൻ രാധ അതൊക്കെ എനിക്ക് എല്ലാം അറിയത്തില്ല കേട്ടോ. എനിക്ക് സംഭവം യേശുവിനെ കണ്ടാൽ അറിയാം, അല്ലാതെ ആൾക്കാരൊന്നും എനിക്ക് അറിയത്തില്ല. അത് അറിയത്തില്ല. ഓക്കെ, അങ്ങനെ എൻ്റെ റൂമിൻ്റെ ഇവിടെ എത്തിയാട്ടോ. ഇവിടുന്ന് എനിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ റൂമാണ്. ഒരു ലിഫ്റ്റ് ഇട്ടുകൊണ്ട് നോക്കട്ടെ, ഏറ്റമാണ് കയറാൻ വയ്യ. അയ്യോ, വണക്കം. ഇവിടെ കൊണ്ട് പോകണമെന്ന ഈ 3 എണ്ണത്തിനെയും കൂടെ ആരുടെ പട്ടിയുടെ എൻ്റെ പൊന്നെ ചങ്ക് എത്തി. ഇതെല്ലാം വന്ന് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് വിചാരിക്കും ഞാൻ പട്ടിപ്രേമിയാന്ന് വിചാരിക്കും. പട്ടിയെ കൊണ്ട് ചിലപ്പോൾ എന്നെ തൊടാൻ വരുമ്പോഴത്തേക്കിന് അയാൾ വിചാരിക്കും ഞാൻ തൊടാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന ആളാണ്. എല്ലാം കയറി കടിക്കുകയോ ഇടിക്കുകയോ നക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പേടിയാ മോനെ. പട്ടീനെ കണ്ട് അവിടെ കൊണ്ട് മൂത്തൊഴിക്കുന്നു. പട്ടിയെ കൊണ്ടുപോകാൻ തന്നെ ഇത് കമ്പ്. സാധാരണ മറ്റേ താറാവിനെ കൊണ്ടുപോകുമ്പോഴും കുതിരയെ കൊണ്ടുപോകുമ്പോഴും പശുവിനെ കൊണ്ടുപോകുമ്പോഴേക്കാണ് കമ്പ്. പട്ടിയെ കൊണ്ടുപോകുമ്പോഴേ കമ്പ്. അപ്പോൾ അമ്മാതിരി പട്ടിയാട്ടോ അത്, ചില്ലറക്കാരനല്ല. അയ്യോ എൻ്റെ മോനെ, സുന്ദരമായ വേറെ രണ്ടെണ്ണം വരുന്നു. വീഡിയോ എടുത്ത് മേടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. വീഡിയോ എടുത്ത് ഞാനാ പോടേ കൊണ്ടുപോകും. ഇവിടുന്ന് ഒരു മേലോട്ട് ലിഫ്റ്റ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ വണ്ടി ഇവിടെ എത്തിയേ ഉള്ളൂ, ഞാനിങ്ങെത്തി. ഞാൻ ലിഫ്റ്റ് ചോദിച്ച വണ്ടിയാണ്.
അല്ല അല്ല ഇവർ മൂന്നാമത്തോട്ടാണ് ഞാൻ ടാറ്റ കൊടുക്കുന്നത്. പാവം, ഞാൻ പറഞ്ഞല്ലേ വണ്ടി എഴഞ്ഞഴഞ്ഞേ പോത്തുള്ളൂ. പാവം. നമുക്ക് നേരത്തെ ലിഫ്റ്റ് തന്ന അണ്ണനാണ് കേട്ടോ പോയത്. ഞാൻ അണ്ണാന്ന് വിളിച്ചു, പക്ഷെ കേട്ടില്ല പുള്ളി. നമുക്ക് ആ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ അണ്ണനില്ലേ, ആ അണ്ണനാണ് അങ്ങോട്ട് പോയത്. പാവം, ഞാൻ അണ്ണാന്ന് വിളിച്ചു കേട്ടോ, പക്ഷെ പുള്ളി കേട്ടില്ല. ഒരു വണ്ടിയും വരുന്നില്ലല്ലോ. ടോട്ടൽ 4 പട്ടിയാണ് പോയത്, വേറാരും പോയിട്ടില്ല. രാവിലെ ലിഫ്റ്റ് തന്ന ആൾ ദോ പോകുന്നു. ഇപ്പം നാണ്ട ഞാൻ പിരിവിന് പോയെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളി ദോ പോകുന്നു. പിരിച്ച് പോകുന്നു പാവം. കൊടൈക്കനാൽ ഇപ്പം മൊത്തം പരിചയക്കാരായെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. അങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടി കേട്ടോ. അങ്ങനെ പേരെന്താണ്? ഇസൈയാണ് ലിഫ്റ്റ് കിട്ടിയത്. ഇത്രയും നേരം അവിടെ നോക്കി ആരും തന്നെ. അങ്ങനെ ഇസൈയാണെങ്കിൽ ഇവിടെ പോവാണ്. കാലൊക്കെ അടപ്പിളവ് കേട്ടോ. ഇന്നിനി പോയി റെസ്റ്റ് എടുക്കണം. നടന്ന് ഒരുപാട് വന്നു. നിങ്ങൾ കണ്ട ആ പള്ളി കണ്ടില്ല. എന്നാ ഇങ്ങോട്ട് ലെഫ്റ്റാണ് ഞാൻ സ്റ്റേ. അണ്ണ എന്നെ ഇവിടെ ഡ്രോപ്പ് പണിയാവും. അണ്ണ എന്ത് വില പണ്ട് അണ്ണ ജോലി എന്നാ ചെയ്തു? മാനേജറാ? ആ ഓക്കെ. ജോബ് പോച്ചില്ല. നമ്മളോട് കൺട്രോൾ. അങ്ങനെ നമുക്ക് അണ്ണനെ കിട്ടി. നമ്മുടെ ഇംഗ്ലീഷ് പോയിന്റ് പപ്പി ഉണ്ടാക്കും. ഇംഗ്ലീഷ് പോയിന്റ് പപ്പി. ഞാൻ നേരത്തെ നോക്കുന്നത് ഒരു 3-4 പപ്പിയും കൊണ്ട് പോകുന്നുണ്ട്. അതിന്റെ പിന്നെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഒരെണ്ണം പോച്ചില്ല പപ്പി. ഒരു 2 എണ്ണം സെയിം കൊണ്ടുപോയി ഒരാള്. അതില്ല, അതിന് മുന്നേ ഒരു 3 എണ്ണം കൊണ്ടുപോയി. അതിന്റെ പപ്പി ഉണ്ട് അതിനകത്ത്. നല്ലേ. ഞാൻ പുള്ളിയുടെ ചോദിച്ചൊരു വീഡിയോ എടുത്തോടെയും ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പപ്പി ഉണ്ട്. നല്ലേ. സെയിൽസ്. അതിന്റെ സെയിലാണല്ലേ. ഓക്കെ. നല്ല പെരിയ പപ്പിയാക്കും. നല്ലേ. 3 എണ്ണം ഉണ്ട്. അണ്ണ ഞാൻ അന്ത കോട്ടേജില്ലേ? അന്ത ഡാനിസ് അന്ത അച്ഛൻ തെറിയും എന്നെ തെറിയും. അങ്ങനെ കിട്ടി ജോലിയല്ല അല്ലേ. ഓക്കെ, അപ്പം താങ്ക് യു അണ്ണേ. അങ്ങനെ അണ്ണനെ കണ്ട അണ്ണന് നമ്മൾ നേരത്തെ കൊണ്ടുപോയ പപ്പിയില്ലേ, ആ പപ്പിയുടെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി നല്ലൊരു പുള്ളിയാണ്. ഉണ്ടല്ലേ. ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല. ഷോൾഡർ ടു പെയിൻ. ലെവൻ നേരത്തെ കണ്ട. ഓക്കെ, മേളിലോട്ട് കയറിയാൽ